ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെയും അനിയുടെയും കല്യാണത്തിൻ്റെ ആ ഒരു മുഹൂർത്തം എത്തിത്തുടങ്ങി കേട്ടോ. എന്നാൽ നന്ദുവിനാണെങ്കിൽ യാതൊരുവിധ സമാധാനവുമില്ല അവരുടെ കല്യാണം നടക്കുന്നതിൽ. അതുപോലെ തന്നെ അനിക്കും ഒരു സമാധാനമില്ല കേട്ടോ. അങ്ങനെ അനി നന്ദുവിനെ കാണാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ നന്ദുവിന് കൊടുക്കുകയാണ്. നീ എൻ്റെ കല്യാണത്തിന് വരണമെന്ന് പറയണേ. ഇത് കേൾക്കുന്ന നന്ദു പറയാണ്, ഒരിക്കലും നീ എന്നെ വിവാഹത്തിന് വിളിക്കണ്ട, ഞാൻ വരില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന അനി തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ വരില്ല? ഞാൻ ഇന്ന് ഒരു അനിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ്. സൂര്യേട്ടൻ നയനേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ലായിരുന്നു. എനിക്ക് വേണ്ടി എന്നെ ആക്കി വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നീയാണ് എനിക്ക് പലതും ചെയ്തു തന്നിട്ടുള്ളത്. അതിരാവിലെ ഓടിച്ചും എക്സസൈസ് ചെയ്തും അങ്ങനെ പലതും എനിക്ക് നീ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ന് ഈ അനിയുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് കാരണം അനാമികയല്ല, നന്ദുവാണ് എന്ന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദുവിന് സങ്കടമുണ്ട്. എങ്കിലും കൂടി തൻ്റെ ഉള്ളിലുള്ള ആ പ്രണയം ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. എന്നോട് നിനക്ക് എന്തെങ്കിലും ഈ സമയം തുറന്നു പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ നന്ദു, നീ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ നീ ഇങ്ങനെയല്ല, നല്ല ആക്റ്റീവായ ഒരു പെൺകുട്ടിയായിരുന്നു, എനിക്കൊരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എൻ്റെ മനസ്സ് എപ്പോഴും തുറക്കാൻ എന്തിനും ഏതിനും എൻ്റെ ഇടം കൈ വലം കൈ പോലെ നീ നിന്നതായിരുന്നു. ഇപ്പോൾ നിനക്ക് എന്ത് പറ്റി എന്ന് പലതവണ ഞാൻ നിന്നോട് ചോദിച്ചു, പക്ഷേ നീ മറുപടി പറയുന്നില്ല. എൻ്റെ ഇത്രയും പരിപാടികൾ അവിടെ കഴിഞ്ഞു പോയി, എല്ലാവരും എത്തി, നീയും നിൻ്റെ അച്ഛനും മാത്രം വന്നില്ല. എന്നാൽ നാളെ എൻ്റെ വിവാഹമാണ്. നാളെ നീ വന്നില്ല എങ്കിൽ എൻ്റെ വിവാഹം നടക്കില്ല. അത് ഞാൻ ചെയ്യുന്ന സത്യമാണ് എന്ന് അവിടെ അനി പറയാണ് കേട്ടോ. അനിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് എന്നെ അനിയാക്കി മാറ്റിയത് എൻ്റെ നന്ദുവാണ്. അതുകൊണ്ട് നന്ദു ഇല്ലാത്തൊരു വിവാഹം എനിക്കില്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഇങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ അനി വെച്ച് കൊടുക്കുമ്പോൾ വളരെ വിഷമമാവാനായിട്ട് താൻ എന്ത് പറയും, താൻ എന്ത് ചെയ്യുമെന്ന ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിലും കൂടിയിട്ട് താൻ വിവാഹം കഴിക്കാൻ എൻ്റെ ഭർത്താവ് ആവേണ്ടവൻ തന്നെ എൻ്റെ കയ്യിൽ ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ച് വരുമ്പോഴുള്ള ആ മാനസികാവസ്ഥ അത് പറയേണ്ടതില്ല. എങ്കിലും തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ കടിച്ചമർത്താണ്. എന്നിട്ട് അനി പറയാണ്, ഞാൻ പോയിക്കോട്ടെ, ഇപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അവിടെ ഒന്നും മിണ്ടുന്നില്ല നന്ദു. മൗനം പാലിച്ച് തന്നെ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇനിയും പറയുന്നു, നീ വരാത്ത വിവാഹം എനിക്ക് വേണ്ട, എനിക്ക് വിവാഹമേ വേണ്ട എന്ന് ഞാൻ അങ്ങ് വെക്കും എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്നങ്ങ് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച ഗോവിന്ദനെ ആയിരിക്കട്ടോ. അപ്പോൾ ഗോവിന്ദൻ്റെ മുന്നിലോട്ട് അങ്ങ് നോക്കിയ ഉടൻ തന്നെ അനി പറയാണ്, ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ നന്ദുവിന് കൊടുത്തു, നിങ്ങളിവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗോവിന്ദൻ പറയാണ്, ആരുടെ കയ്യിൽ കൊടുത്താലും കല്യാണത്തിന് ഞങ്ങൾ വന്നിരിക്കും, ഇവിടുത്തെ ആളുടെ കയ്യിലല്ലേ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വിവാഹത്തിന് എത്തും, മോന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം തൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോലും തനിക്കൊന്ന് പൊട്ടിക്കരയാനാവാതെ നന്ദു ആ ലെറ്ററുമായി അങ്ങ് പോവാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ, അലങ്കാരങ്ങൾ എല്ലാം അടിപൊളിയായി തന്നെ നടക്കുന്നു കേട്ടോ. ആ സ്റ്റേജും അവിടുത്തെ ആ ഒരു ലുക്കും ആ മണ്ഡപം അലങ്കരിച്ചിരിക്കുന്നതൊക്കെ ഒന്നൊന്നര ലുക്കിൽ തന്നെ അലങ്കരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് വധുവായ അനാമിക ഇറങ്ങി വരുന്നത്. അനാമിക പോലും കണ്ണ് തള്ളുന്ന ആ വിധത്തിൽ അനിയും അതുപോലെ അനന്തപുരിയും മൊത്തം ഒരുക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കണ്ട് അനാമിക ആകെ കണ്ണ് തള്ളി ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി ഓടിച്ചെല്ലാണ്. എന്താ അനാമികയെ, നീ കണ്ണ് തള്ളിപ്പോയോ, നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയേണ്ടതില്ല എന്ന് അനാമിക തിരിച്ചും പറയുന്നു കേട്ടോ. അപ്പോഴേക്കും ആദർശും മുത്തശ്ശനും അതുപോലെ അനീയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ കളിയാക്കൽ തുടങ്ങി. ഇപ്പോഴെന്നെ തുടങ്ങിയേടാ, ഇന്നും നാളെ അങ്ങ് കഴിഞ്ഞിട്ട് പോരെ എന്ന് പറയുമ്പോൾ, അയ്യോ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയാനേട്ടോ. അപ്പോഴേക്കും ഒരു സൈഡിലാണെങ്കിലോ ഇങ്ങനെ കനകവും അതുപോലെ നയനയും ജലജയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കനകം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. കനക ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാണ്, വിവാഹമായി, എന്തായാലും അനാമികക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് കയറി വരിക കേട്ടോ. അങ്ങനെ ആദർശ് വന്നിട്ട്, അല്ല ഇന്നലെയോ നന്ദുവിനെയും കണ്ടില്ല, ഗോവിന്ദനെയും കണ്ടില്ല, എവിടെ പോയി അവർ, അച്ഛനെയും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആൻറ്റി എവിടെ അവർ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആൻറ്റി എന്ന് വിളിച്ചിട്ടായിരിക്കും കനകത്തിനെ ആദർശ്
ചോദിക്കുന്നത്. അപ്പോൾ ഈ വിളി കേട്ടോടെ തന്നെ അവിടെ കനകം പറയാണ്, മോനെ നീ ഞാൻ വന്ന നാൾ മുതൽ എന്നെ ആൻറ്റി ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഞാൻ നിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. അപ്പോൾ നീ എന്നെ അമ്മ എന്ന് വിളിച്ച് കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ദേവയാനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ജലജയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ സന്തോഷം. അനാമികയുടെ മുഖമൊക്കെ മാറി മറിയുന്നു. അനാമികയ്ക്ക് നയനയും നവ്യയുമായി കൂടുതൽ അടുക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമികയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു തുടങ്ങാണ്. അങ്ങനെ ഈ സമയം അവിടെ ആദർശ് പറയാണ്, ഞാൻ ആദ്യം മുതലേ അങ്ങനെയല്ലേ വിളിച്ചത്, അപ്പോൾ ആൻറ്റി എന്നല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ കനകം പറയാണ്, ഞാൻ നിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. അപ്പോൾ നീ ശരിക്കും എന്നെ അമ്മ എന്നാണ് വിളിക്കേണ്ടത്. അതോ എൻ്റെ മോളെ നീ ഇപ്പോഴും ഭാര്യയായി അംഗീകരിച്ചിട്ടില്ലേ, എന്നെ നീ ഇവളുടെ അമ്മയായി അംഗീകരിച്ചിട്ടില്ലേ, അതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും അവിടെ ജലജ കനകത്തിനോട് പറയാണ്, അതൊക്കെ സമയമാകുമ്പോൾ അംഗീകരിച്ചോളും, ഇത്ര വല്ലാത്ത ടെൻഷനൊന്നും വേണ്ട. അപ്പോഴേക്കും അവിടെ തിരിച്ച് പറയാണ് ആദർശ്, എന്തിനാണ് അമ്മ ടെൻഷൻ അടിക്കുന്നത്, എല്ലാം അതിൻ്റെ ആ സമയമാകുമ്പോൾ നടക്കുമെന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന അമ്മ എന്ന വിളി കേൾക്കുമ്പോൾ ദേവയാനി ആകെ ഞെട്ടിപ്പോവാണ്. ഒരു നിമിഷം കൊണ്ട് തൻ്റെ മകൻ ഇത്ര പെട്ടെന്ന് കനകത്തിനെ അമ്മ എന്ന് വിളിച്ചിരിക്കുന്നു. ആ വിളി കേട്ട് നവ്യയും നയനയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ കനകം പറയണേ, എനിക്കിപ്പോൾ സമാധാനമായി, നീ എന്നെ അമ്മ എന്നുള്ള വിളി വിളിച്ചല്ലോ, അതിൽ ഒത്തിരി സന്തോഷമുണ്ട്, വേറെ ഒന്നും വേണ്ട. എന്നാൽ ഇത്ര പെട്ടെന്ന് എൻ്റെ മോൻ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇനി എൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് ആദർശം പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് അനിയും അനാമികയും നിൽക്കുന്നുണ്ട്. അനാമികയൊക്കെ ആണെങ്കിലോ ഇവരോട് സംസാരിക്കുമ്പോൾ അനാമികയുടെ ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കോടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനിയാണെങ്കിലോ കനകത്തിനോട് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അങ്ങനെ അനി അനാമികയുടെ അടുത്ത് നിന്നങ്ങ് വരികയാണ്. എന്നിട്ട് അനാമികയുടെ അടുത്ത് നിന്ന് വരുമ്പോൾ തന്നെ അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അനി കനകത്തിനോട് പറയണേ, എന്നാൽ ഇന്ന് മുതൽ ഞാനും ആൻറ്റി എന്ന വിളി നിർത്തിയിരിക്കുന്നു, ഞാനും ഇന്ന് മുതൽ അമ്മ എന്നാണ് വിളിക്കുന്നത്, അതിൽ വല്ല തെറ്റുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറയുമ്പോൾ കനകമാണെങ്കിലോ ഈശ്വര ഇതിലും വലിയൊരു ഇടിവെട്ട് തലക്ക് വീഴാനില്ല. ഇതിപ്പോൾ ഇവിടെ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനാമിക വേറെ ചിന്തിക്കും, അവളുടെ മുന്നിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കും. എന്നാൽ അമ്മ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ അനന്തപുരിക്കാരും അനിയും എന്താണ് മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഈശ്വര വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടല്ലോ എന്നിങ്ങനെ കനകം ചിന്തിക്കുന്നു കേട്ടോ. അപ്പൊ ഈ സമയം ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പൊ അനി വീണ്ടും ചോദിക്കാണ്, എന്താ ആൻറ്റി, ഞാൻ അമ്മ എന്ന് വിളിക്കാൻ പാടില്ലേ, എന്താ എനിക്ക് വിളിക്കുന്നതിന് വിരോധമുണ്ടോ, ഞാൻ വിളിച്ചൂടെ, ആദർശേട്ടൻ അമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാനും ഇനി അമ്മ എന്നേ വിളിക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അവിടെ നന്ദുവും അതുപോലെ ഗോവിന്ദനും ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കേട്ടോ. ആ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും ഇനി എന്ത് പറഞ്ഞാലും ശരി എൻ്റെ ആദർശേട്ടൻ കനകത്തിനെ ആൻറ്റി എന്ന് മാറ്റി അമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാനും അമ്മ എന്നേ വിളിക്കുള്ളൂ എന്ന് കനകത്തിനോട് പറയുന്ന ആ നിമിഷം കേട്ടോ. ഇതേ സമയം കനകം ചിന്തിക്കുകയാണ്, ഈശ്വര നന്ദുമോൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അനി ഇത് പറയുന്നു, ഇത് എന്തോ ഒന്ന് നടക്കുന്നത് പോലെയാണല്ലോ ഈശ്വര, ഇത് നിന്നും അനാമിക വായിച്ചെടുക്കും തീർച്ചയായും. ഇനിയിപ്പോൾ എൻ്റെ മോളെയാണോ ഇവൾ കല്യാണം കഴിക്കുക എന്ന് അവൾ വായിച്ചെടുക്കുമല്ലോ, ഞാൻ എന്ത് ചെയ്യും, വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ എന്ന് പറയുമ്പോൾ അനി വീണ്ടും പറയണേ, എന്താ അമ്മ എന്ന് വിളിച്ചൂടെ. അപ്പോൾ ഉടൻ തന്നെ കനകം പറയണേ, നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നന്ദുവിൻ്റെ ഇറക്കം കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് ദേഷ്യം വരുന്നു കേട്ടോ. അനാമിക മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഞാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടും നീ വിവാഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ അനിയെ സ്വന്തമാക്കാനാണെങ്കിൽ അത് നടക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഒറ്റ കൂട്ടങ്ങൾ, അനി പോലും അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം അനാമികക്കുള്ളിലും വന്നു കേട്ടോ. അങ്ങനെ ഈ സമയം അത് പണ്ടേ ഉണ്ട് എങ്കിലും കൂടി പൂർണ്ണമായി അങ്ങോട്ടേക്ക് പോകുമോ എന്നൊരു പേടി അനാമികക്കുള്ളിൽ കേട്ടോ. അങ്ങനെ പിന്നീട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ് അനാമിക, അതായത് നന്ദുവിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് നന്ദുവിനെ പറയാൻ വേണ്ടി. അപ്പോഴേക്കും അവിടെ നന്ദുവിനെ കണ്ട സന്തോഷത്തിൽ ആദർശും നവ്യയും നയനയൊക്കെ ഓടിച്ചെല്ലാണ്. നീ ഇന്നലെ വന്നില്ലല്ലോടി, എന്ത് നിനക്ക് പറ്റി എന്ന് ആദർശും മറ്റുള്ളവരൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും കനകം പെട്ടെന്ന് അനാമിക ചെല്ലുന്നുണ്ടെന്ന് കാണുമ്പോൾ കനകവും ചെല്ലാണ്. അങ്ങനെ കനകം ചെന്നിട്ട് പറയാണ്, എന്താണ് മോളെ നീ കാണിക്കുന്നത്, നീ ഇവിടെ നിൽക്കുകയാണോ, നിങ്ങൾ രണ്ടുപേരും മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് നവ്യയും നയനയും മനഃപൂർവ്വം കനകം ഒഴിവാക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനിയാണെങ്കിലോ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എൻ്റെ ബ്രോ വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി, എൻ്റെ ബ്രോ ഇല്ലാത്തൊരു വിവാഹം എനിക്കത് നടക്കില്ല, എൻ്റെ ബ്രോ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ തോളിൽ അങ്ങ് കൈയിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അത് കാണുന്ന അനാമികയ്ക്ക് ശരിക്കും ഇടിവെട്ട് പോറ്റതുപോലെ അങ്ങ് തുറിച്ച് നോക്കി
നോക്കുകയാണ് നന്ദുവിനെയും കനകത്തിനെയും. അപ്പോൾ ഉടൻ തന്നെ നന്ദു തൻ്റെ കൈകൾ ഇങ്ങനെ തട്ടി മാറ്റണേ. എന്നിട്ട് നന്ദു മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, അനാമിക നീ എന്നോട് ക്ഷമിക്കണം, ഞാനീ വന്നിരിക്കുന്നത് നിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ വന്നില്ല എങ്കിൽ തീർച്ചയായും അനി നിന്നെ താലി കെട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നിന്നോട് എനിക്കത് തുറന്നു പറയാനും കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്.